വെൽക്കം ടു ദ ക്ലാസ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നുള്ള വീഡിയോ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഭാരതീയ സാക്ഷ്യ അഭിനിയം എന്നുള്ള പേരിൽ 2023 പുതുതായിട്ട് നിലവിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും ഒറിജിനൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ പ്രൊവിഷൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതും എന്നുമാണ് അല്ലെ. ഇതൊരു വീഡിയോ സീരീസ് ആണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് എവിഡൻസ് എന്നുള്ള വാക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും ഇപ്പൊ വന്നിട്ടുള്ള ഭാരതീയ സാക്ഷ്യ അഭിനിയം അതിലും. ഓക്കെ, അപ്പോൾ ഈ ഒരൊറ്റ കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. എവിഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. എവിഡൻസ് എന്താണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഈ ആക്ട് പ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓൾ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ദ കോർട്ട് പെർമിറ്റ്സ് എന്നാണ്. കോടതി അനുവദിക്കുന്ന എല്ലാ തരത്തിലുള്ള മൊഴികളും തെളിവായി സ്വീകരിക്കും. ആ മൊഴികൾ കോടതിയിൽ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, കോടതിയിൽ കൂട്ടിൽ കയറി നിന്ന് സാക്ഷി പറയുന്ന മൊഴികൾ അല്ലെ, അത് ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്താൽ പോലും സ്വീകരിക്കും എന്നതാണ് BSAയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റം. അപ്പൊ ഇതിന് മുമ്പുണ്ടായിരുന്ന എവിഡൻസ് ആക്ടിലുള്ള പ്രൊവിഷൻസ് അതേപടി എടുത്തു വെക്കുകയും ഇലക്ട്രോണിക്കലി എന്നൊരു വാക്ക് ഇവിടെ ആഡ് ചെയ്യുകയുമാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോടതിയിൽ നേരിട്ട് വന്ന് പറഞ്ഞ മൊഴി അല്ലാതെയും ഇലക്ട്രോണിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത ഓഡിയോ, വീഡിയോ, വോയിസ് മെസ്സേജസ്, വോയിസ് ചാറ്റ്സ് അങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ വഴിയൊക്കെ വരുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള ഇലക്ട്രോണിക്കൽ ആയിട്ടുള്ള മൊഴികളും ഈ പുതിയ നിയമപ്രകാരം ആക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, പക്ഷെ അത് എങ്ങനെയാണ്? റിക്വയർസ് ടു ബി മെയ്ഡ് ബിഫോർ ഇറ്റ് ബൈ ദ വിറ്റ്നസ്. അതായത് ഒരു സാക്ഷി കോടതിക്ക് മുമ്പിൽ വന്ന് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അത് എങ്ങനെയാണ് ഈ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണോ എന്ന് തീരുമാനിക്കുന്നത്? അത് ഇൻ റിലേഷൻ ടു മാറ്റേഴ്സ് ഓഫ് ഫാക്ട് അണ്ടർ എൻക്വയറി. ഒരു കേസ്, കോടതിയിൽ ഒരു കേസ് നടക്കുകയാണല്ലോ, അതിന്റെ വിചാരണ നടക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കോടതിക്ക് ആവശ്യമാണ്, കോടതിയിൽ രേഖപ്പെടുത്തേണ്ടതാണ് എന്ന് കോടതിക്ക് തോന്നുന്നത് മാത്രമാണ് തെളിവ്. ഓക്കെ, അപ്പോ അതല്ലാത്തതൊന്നും പറയാനോ രേഖപ്പെടുത്താനോ കോടതി അനുവദിക്കുകയുമില്ല. അപ്പോ അവിടെ കോടതിക്ക് മുമ്പിൽ മൊഴി കൊടുക്കുമ്പോൾ ആ മൊഴികൾ ഈ പറയുന്ന കാര്യവുമായിട്ട്, അന്വേഷണത്തിലുള്ള സംഗതിയുമായിട്ട് ബന്ധപ്പെട്ടതും വാലിഡും ആണെങ്കിൽ അതാണ് കോടതി തെളിവായിട്ട് സ്വീകരിക്കുക. പുതിയ നിയമത്തിൽ വന്ന ഒരു ചെറിയ വ്യത്യാസം, ഇത്തരത്തിലുള്ള തെളിവുകളെ നേരിട്ട് ഒരാൾ വന്ന് മൊഴി കൊടുക്കുകയല്ലാതെ ഇലക്ട്രോണിക്കലി റെക്കോർഡ് ചെയ്താലും തെളിവായി സ്വീകരിക്കപ്പെടും എന്നുള്ള ഒരു അഡീഷൻ അവിടെ വന്നു എന്നതാണ് പുതിയ നിയമത്തിൽ വന്ന മാറ്റം. എങ്ങനെയായാലും ഇത്തരത്തിലുള്ള, അതായത് മൊഴിയായിട്ട് രേഖപ്പെടുത്തുന്ന തെളിവുകളെയൊക്കെ ഓറൽ എവിഡൻസ് എന്നാണ് പറയുന്നത്. ഇനിയാണ് ഡോക്യുമെന്ററി എവിഡൻസ്. ഓൾ ഡോക്യുമെന്റ്സ് ഇൻക്ലൂഡിങ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. ഓക്കെ, അതായത് കോടതിയിൽ നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ, അതൊരു ഡോക്യുമെന്ററി എവിഡൻസ് ആണ് അല്ലെ. ഒരു കേസിൽ ഒരു ആധാരം സമർപ്പിക്കുകയാണ്, അതൊരു ഡോക്യുമെന്ററി എവിഡൻസ് ആണ് അല്ലെ. ഇനി ഇതൊന്നും അല്ലാതെ ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഇൻക്ലൂഡിങ് ഇലക്ട്രോണിക് റെക്കോർഡ്സ്. അപ്പൊ ഒരു ഇമെയിൽ വന്നു, ആ ഇമെയിലിന്റെ ഒരു കോപ്പി, ആ കോപ്പി എന്താണ്? ഒറിജിനൽ കമ്പ്യൂട്ടറിലാണുള്ളത് അല്ലെ, അതിന്റെ ഒരു കോപ്പി സമർപ്പിക്കുകയാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറഞ്ഞത് അത്തരത്തിലുള്ള എവിഡൻസുകൾ സമർപ്പിക്കുന്ന സമയത്ത് ഇത് ഒറിജിനൽ ആണോ എന്ന് സർട്ടിഫൈ ചെയ്യുക കൂടി വേണം. കാരണം ഈ ഒരു ഇന്റർനെറ്റ് സർവീസിൽ അല്ലെങ്കിൽ ഒരു ഇമെയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് എപ്പോഴും കമ്പ്യൂട്ടറിനകത്താണ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിവൈസിനകത്താണ്. അപ്പൊ ഇത് അതിന്റെ ഒരു കോപ്പി എടുത്ത് സമർപ്പിക്കുമ്പോൾ അത് സർട്ടിഫൈ ചെയ്തിരിക്കണം ഇത് ഒറിജിനൽ ആണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി അത് മാത്രമല്ല എല്ലാ തരത്തിലുള്ള ഡിജിറ്റൽ റെക്കോർഡുകളും കൂടിയും ഈ ഡോക്യുമെന്ററി എവിഡൻസിന്റെ പരിധിയിൽ വരും എന്നതാണ് BSA 2023 കൊണ്ടുവന്നിട്ടുള്ള അടുത്ത മാറ്റം. മുമ്പ് ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്ന് മാത്രം പറഞ്ഞിരുന്നിടത്ത് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്സ് എന്ന് കൂടുതലായിട്ട് പറയുന്നുണ്ട് BSA 2023. ഓക്കെ, ഇനി ഇത്തരത്തിലുള്ള എവിഡൻസുകളെ ഒക്കെ നമ്മൾ ഡോക്യുമെന്ററി എവിഡൻസ് എന്നാണ് പറയുക. അപ്പോൾ ഡോക്യുമെന്റ് ആയിട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നത് അത് ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് ആവാം, ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആവാം, ഡിജിറ്റൽ റെക്കോർഡ്സ് ആവാം. ഇതെല്ലാം കോടതിയിൽ
ഡോക്യുമെന്ററി എവിഡൻസ് എന്നുള്ള കാറ്റഗറിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ എന്താണ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡ് എന്ന് പറയുന്നത് എന്താണ് എന്നതിനെ പറ്റിയിട്ട് തൊട്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എന്താണ് ഈ ഇലക്ട്രോണിക് റെക്കോർഡ്സ് എന്ന BSA ആഡ് ചെയ്യുക വഴി എന്ത് വ്യത്യാസമാണ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ചുരുക്കത്തിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ പ്രൊവിഷൻസ് തന്നെയാണ്, എന്നാൽ അവിടെ ആകെ 2 വാക്കുകളാണ് BSAയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഓറൽ എവിഡൻസിനെ പറയുന്നിടത്ത് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഓറൽ എവിഡൻസും വാലിഡ് ആണ് എന്ന് പറയുകയും ഡോക്യുമെന്ററി എവിഡൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഡിജിറ്റൽ റെക്കോർഡ്സ് കൂടി പ്രൈമറി എവിഡൻസ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും എന്ന് പറയുകയും ചെയ്തു എന്നത് മാത്രമാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ അല്ലെങ്കിൽ ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 എവിഡൻസ് എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനിയും പല വാക്കുകളും നമുക്ക് എവിഡൻസ് ആക്ടുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. അത് ഇനി വരുന്ന വീഡിയോയിൽ. ടിൽ ദെൻ ബൈ.